തേവലക്കരയിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ കുടുംബത്തിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. മന്ത്രിമാരായ വി ശിവൻകുട്ടിയും KN ബാലഗോപാലും ചേർന്നാണ് താക്കോൽ കൈമാറിയത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ആണ് വീട് നിർമ്മിച്ചു നൽകിയത്. വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് പണം പിരിച്ച് ചതിക്കുന്നവരുള്ള കാലത്ത് മിഥുന് വീട് യാഥാർത്ഥ്യമായതിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സ്കൂളിലെ വൈദ്യുത ലൈനിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. മിഥുന്റെ വീട് എന്റെയും എന്ന പദ്ധതിയിലൂടെയാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന മിഥുന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചത്. ശനിയാഴ്ച രാവിലെ 9-ന് പടിഞ്ഞാറേക്കല്ലട വിളന്തറയിലുള്ള മിഥുന്റെ വസതിയിൽ വെച്ച് നടന്ന ചടങ്ങ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കാശ് പിരിച്ച് ചതിക്കുന്നവരുള്ള കാലത്ത് മിഥുന്റെ വീട് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നുവെന്നും വിചാരിച്ചതിലും മുമ്പ് പണികൾ തീർക്കാനായതിൽ സന്തോഷമുണ്ടെന്നും മന്ത്രി താക്കോൽ കൈമാറ്റ ചടങ്ങിൽ പറഞ്ഞു. കാശ് പിരിവല്ലാതെ വീട് ഒരു സ്ഥലത്തും നിർമ്മിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അത് പിരിക്കുന്നത്. സാധാരണ ആളുകളൊന്നുമില്ല, വളരെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് അക്കാര്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു സമയത്താണ് പറയുന്ന ഡേറ്റിന് മുമ്പ് തന്നെ വീട് വെച്ച് കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങൾക്ക് യഥാർത്ഥ ഈ ചടങ്ങ് നടത്തണമെന്ന് ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ എന്നാലും ഇത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്കാരും കൂടെ അറിയണമല്ലോ. അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് സംബന്ധിച്ചത് ആൾക്കാരും കൂടി അറിയേണ്ടതായിട്ടുണ്ട്. മന്ത്രിമാരായ KN ബാലഗോപാലും വി ശിവൻകുട്ടിയും ചേർന്ന് മിഥുന്റെ പിതാവ് മനുവിന് താക്കോൽ കൈമാറി. അവിടെ ആ മുറിക്കകത്ത് വെച്ചിരിക്കുന്ന തന്നെ ഉത്സവ സമയത്ത് വലിയ കാളകെട്ടിന്റെ മുന്നിൽ അതിന്റെ കെട്ടുകാഴ്ചയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് മിഥുന്റെ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ഇത് നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഒരു സംഭവം ഒരു ദുഃഖം പോലെയാണ്. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയെ കുട്ടികൾ വിളിക്കുന്നു, ഞങ്ങളുടെ മന്ത്രി മാമൻ എന്ന് പറയുന്ന തരത്തിലേക്ക് ഓരോരുത്തർക്കും നേരിട്ട് കണക്ട് തോന്നുന്ന തരത്തിലേക്ക് ഗവൺമെന്റും ഉത്തരവാദിത്തപ്പെട്ടവരും പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി ഇവിടെ എത്തി, ഞങ്ങളെല്ലാവരും എത്തി. ഇതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരാൻ പല ശ്രമം നടന്നു. എന്ന് പറഞ്ഞാൽ ഇത്തരൊരു വിഷയത്തെ വളച്ചൊടിക്കാൻ ധാരാളം ശ്രമം നടന്നു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ആ വളച്ചൊടിക്കലിലും അതിനെ പ്രത്യേകം ഏതൊരു സംഭവം വന്നാലും അതിനകത്തൊരു മാനുഷികമായ വശം കാണുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അംഗങ്ങളും തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ കുട്ടികളും ചടങ്ങിൽ പങ്കെടുത്തു. മിഥുന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള 4 സെന്റ് സ്ഥലത്ത് 20 ലക്ഷം രൂപ ചിലവഴിച്ച് 3 കിടപ്പുമുറികൾ, കുളിമുറി, വായനാമുറി, വരാന്ത എന്നിവ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളോടെ 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. 2025 ഓഗസ്റ്റ് 10-ന് മന്ത്രി വി ശിവൻകുട്ടി ശിലാസ്ഥാപനം നിർവഹിച്ച പദ്ധതി 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിച്ചതായി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജില്ലാ സെക്രട്ടറി R ഹിതേഷ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.